സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പുറകിൽ ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ തണലിലും സംരക്ഷണത്തിലും കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ നിന്ന് അബ്രഹാം ഖുറേഷിയിലേക്ക് പോകുമ്പോൾ അയാൾ ദൈവപുത്രനാണോ അതോ വില്ലനാണോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. അതിനൊരു ഉത്തരം തരാനായിട്ട് സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. ഓ, there is a hidden meaning. ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെ ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. दिखाने के लायक ही नहीं होते, पर शुरू से वो एक ही नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? ഹോളിവുഡ് ഐറ്റം. उसकी आंखें सब देख रही है. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. പുള്ളിനൊക്കെ എനിക്കറിയാലോ, ഒമ്പം കാസ്റ്റാണ്. Zaid Masood. We have to end this war. So Stephen, come back. Save your land. Save God's own country. Whoa. Not now. No. But answer this one question. Who are you really? Lucifer. നല്ല സ്കോർ, അടിപൊളി. ഇത് ഐമാക്സിൽ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാവും. ട്രെയിലർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ ഈച്ച് ഫ്രെയിം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ആ ഒരു ട്രെയിലർ തന്നെ എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്കൊന്നും മിസ് ചെയ്യാൻ തോന്നില്ല. ഇപ്പം ഒരു സെക്കൻഡിൽ അത് ട്രെയിലർ അങ്ങനെയാണല്ലോ, ഒരു സെക്കൻഡിൽ ഭയങ്കര സ്പീഡിൽ സംഭവങ്ങളും. പക്ഷേ ഇതിനകത്ത് ഓരോ ഫ്രെയിമും അടിപൊളിയാണ്. ട്രെയിലറിൽ തന്നെ പുള്ളി കുറേ മാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻസ് ഒരുപാട് ബിൽഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കോൺഫിഡൻസ് ആണ്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെയും അതുപോലെ മുരളി ഗോപി എന്ന റൈറ്ററുടെയും കോൺഫിഡൻസ് ആണ് ഈ ട്രെയിലറിൽ കാണാൻ പറ്റുന്നത്. കാരണം ഇത്രയും ലെങ്തി ആയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്രെയിലർ വരുമ്പോൾ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ
അവരുടെ കോൺഫിഡൻസ്, അത് ചെയ്തു വെച്ചിരിക്കുന്ന സംഭവത്തിൽ അവർക്കുള്ളൊരു ഉറപ്പാണ് ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സിനിമ ഹിറ്റ് ആവുകയാണെങ്കിൽ ഒന്ന് ഞാൻ പറയാം, നമുക്ക് വേൾഡ് സിനിമയിൽ എടുത്ത് കാണിക്കാൻ പറ്റുന്ന സിനിമകളിൽ ഒന്ന്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഒരു ആക്ഷൻ മൂവി കാറ്റഗറി എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഒരു മികച്ച ഫിലിം മേക്കിംഗ് രീതിയിലും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയായിരിക്കും. ആ ഒരു രീതിയിലുള്ള വിഷ്വൽസ് ഈ ഒരു ട്രെയിലറിൽ തന്നെ നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതും സിംപ്ലി പറഞ്ഞാൽ ഒരു സ്മാർട്ട് ഫോണിൽ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ നിന്ന് മാറി തിയേറ്ററിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഐമാക്സിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് അതൊരു ഡിഫറെൻറ്റ് ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഏതായാലും ടിക്കറ്റ് ഒന്നും തീർച്ചയായിട്ടും എനിക്ക് അടുത്തുടനെ ഒന്നും കിട്ടാനും ചാൻസ് ഇല്ല. മാത്രമല്ല തിരക്കൊഴിഞ്ഞിട്ടൊക്കെ പോകാനൊക്കെയാണ് ഞാൻ പൊതുവെ പ്ലാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി തുടക്കത്തിൽ നമുക്കത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ട്രെയിലറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും, ഒരുപാട് തിയറീസ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത്രയ്ക്കധികം സംഭവങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ അതിൻ്റെ കോർ സംഭവം അവർ വിട്ടിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ചോദ്യം അവർ റേസ് ചെയ്തിട്ടേ ഉള്ളൂ. ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ അബ്രഹാം ഖുറേഷി? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ എന്താണ് ഈ സിനിമ, ഇനി പുള്ളിയുടെ ബാക്ക് സ്റ്റോറിയാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് സസ്പെൻസ് നിറച്ചുകൊണ്ടുള്ളൊരു സൂപ്പർ ട്രെയിലറാണ്. പറ്റുമെങ്കിൽ നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. എനിക്കൊരു ആഗ്രഹമുണ്ട്, ബിക്കോസ് അതൊന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അതർ ദാൻ ദാറ്റ് പറയുകയാണെങ്കിൽ ട്രെയിലർ ഒരു എപ്പിക് ട്രെയിലറാണ്. ആൻഡ് സിനിമയുടെ കാര്യത്തിൽ ഹൈപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ഹോപ്പ് ഇത് റെക്കോർഡുകൾ ഭേദിക്കുന്ന ഒരു മികച്ച സിനിമയായി തന്നെ മാറട്ടെ. ബിക്കോസ് ഐ ബിലീവ് ഇൻ ദ റൈറ്റർ മുരളി ഗോപി ആൻഡ് ഡയറക്ടർ പൃഥ്വിരാജ് ആൻഡ് ആക്ടർ മോഹൻലാൽ. ഇവരുടെ ആ ഒരു കോംബോയിൽ നന്നായിട്ട് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാനുണ്ട്. എനിക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.